ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കാക്കയഞ്ചാൽ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഈസ്റ്റലേരി യൂണിറ്റ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു. നല്ലോമ്പുഴ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. യൂണിറ്റ് സെക്രട്ടറി സ്കറിയ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു. രാമചന്ദ്രൻ കെ അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ ഗോപകുമാർ MK നെല്ലിയടുക്കം ഉദ്ഘാടനം നിർവഹിച്ചു. ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ TP ജയരാജൻ അവയർനെസ് ക്ലാസ് നയിച്ചു. സൈബർ ക്രൈം ആൻഡ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന വിഷയത്തിലാണ് ക്ലാസ് എടുത്തത്. KSSPA പരപ്പ ബ്ലോക്ക് സെക്രട്ടറി PV ശ്രീധരൻ മാസ്റ്റർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. തുടർന്ന് പെൻഷൻകാരുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. നമ്മുടെ യൂണിറ്റിന് എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴും നമുക്ക് കരുത്തുന്ന ശ്രീധരൻ മാസ്റ്ററെ ഈ വേദിയിലേക്ക് സാഭിമാനം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ സൈബർ അവയർനെസ് ക്ലാസ് നയിക്കാമെന്ന് ഇവിടെ എത്തിയിട്ടുള്ള ഗ്രാമീണ ബാങ്ക് റിട്ടയർഡ് മാനേജർ ശ്രീ ജയരാജൻ സാർ അവர்களാണ്. റിസർവ് ബാങ്കിൻ്റെ പെർമിഷനോടുകൂടി അദ്ദേഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം സൈബർ ക്ലാസ് നമുക്ക് തീർത്തും അന്യമായ ഒരു സംഗതിയാണ് വളർത്തുന്നത്. നമ്മൾ പൊതുജനങ്ങൾക്ക് വേണ്ടിയും സർക്കാരിന് വേണ്ടിയും നമ്മുടെ നിസ്വാർത്ഥ സേവനം കാഴ്ചവെച്ചവരാണ്. ഇപ്പം നമ്മൾ റിട്ടയറായി നമ്മുടെ ഏകദേശം ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യങ്ങളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിപ്പോൾ നമ്മുടെ സ്കൂളിൽ പഠിച്ച പോലെ ഐസോക്യൂട്ടർ തിയറിയോ അല്ലെങ്കിൽ മാത്സ് പ്ലാനിൻ്റെ ക്വാണ്ടം തിയറിയോ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. അതൊക്കെ നമ്മൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞതാണ്. നമുക്ക് ഇനിയുള്ള സംശയിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഇത്രയും കാലം നമുക്ക് തിരക്കായിരുന്നു, നമ്മളൊന്ന് പലതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു ടൂറിന് പോകാൻ പോലും നമുക്ക് സാധിക്കുന്ന അവസരം ഉണ്ടായിരുന്നു. ഞാനാണെങ്കിലും വൈഫാണെങ്കിലും രണ്ടുപേരും ആയെന്ന് പറയാം, എനിക്ക് ലീവ് കിട്ടുമ്പോൾ അവർക്ക് കിട്ടില്ല, അവർക്ക് ലീവ് കിട്ടുമ്പോൾ എനിക്ക് കിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നിച്ചുള്ള യാത്ര തന്നെ സത്യം പറഞ്ഞാൽ നടക്കാറില്ല. ഇപ്പോൾ കിട്ടുന്നതിന് ശേഷമാണ് പലപ്പോഴും ഇങ്ങനെ യാത്ര ആയിരുന്നത്. എല്ലാവരും ഏകദേശം അത് തന്നെയായിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നമുക്ക് ഈ കിട്ടുന്ന അവസരത്തിൽ അല്പം ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചു മാനവികതയിൽ നിന്നും മാനുഷിക ബോധത്തിൽ നിന്നും നമ്മൾ അകലുന്നു എന്നാണ്. ഇന്ന് എന്നോട് ചിരിക്കുന്നവരുടെ എണ്ണം ഇന്ന് മുതൽ വർദ്ധിക്കുന്നു. ഈ പ്രദേശത്ത് അപൂർവ ചിലരെ മാത്രമേ എന്നോട് ചിരിക്കുന്നവരായി ഇന്നലെ വരെ ഉള്ളൂ. കുറച്ച് പേരെ കൂടി ഇരിക്കുന്നുണ്ട്. അതിൽ അധ്യാപക മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടുള്ള അപൂർവ ബന്ധങ്ങൾ മാത്രം. അതിൽ വ്യത്യസ്തമായി അനേകരെ എന്റെ സൗഹൃദ വലയത്തിലേക്ക് കിട്ടുന്നു. പോക്കറ്റിൽ മേൽവിലാസമില്ലാത്ത ജീവിതം മനുഷ്യന് ഉണ്ടാവുക എന്നുള്ളത് ഇതിന്റെ ഭിന്നതയാണ്. ഈ ചിറ്റാരിക്കാരൻ്റെ കമ്പല്ലൂരിൻ്റെ എവിടെയെങ്കിലും ഒന്ന് വീട് കിടന്നാൽ എൻ്റെ പോക്കറ്റിൽ മേൽവിലാസത്തിൻ്റെ ആവശ്യം എനിക്കില്ല. നിങ്ങൾ ആരെങ്കിലും എന്നെ തിരിച്ചറിയും എന്നുള്ളൊരു ഗുണം കൂടിയുണ്ട്. അതുകൊണ്ട് ബന്ധങ്ങൾ കൂട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഗമത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളത്. പക്ഷേ ഒരു ദിവസം തന്നെ ഏകാന്തരം 100 വർഷമായി അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് അതിൽ പെൻഷന്റെ ശേഷമുള്ള കാലം മറ്റു മേഖലയിൽ പങ്കെടുക്കുന്നില്ല. ഇപ്പൊ റിട്ടയർമെന്റ് എന്നുള്ള വാക്കിന് റീടയർ എന്ന വാക്കുണ്ട്. പഴയ ടയർ തേഞ്ഞിരിക്കുന്ന സർക്കാർ പറയുന്നത് ഈ ടയറുമായി നിങ്ങൾ ഇവിടെ ഓടേണ്ട, നിങ്ങൾക്ക് വേറെ ടയറുകൾ എടുപ്പിച്ച് ഓടാവുന്നിടത്ത് ഓടിപ്പോകും എന്ന് പറഞ്ഞ് നമ്മൾ വിടുകയാണ്. അപ്പൊ ചിലവരത് രാഷ്ട്രീയത്തിൽ പ്രയോജനപ്പെടുത്തുന്നു, ചിലവരത് സാംസ്കാരിക രംഗത്ത് പ്രയോജനപ്പെടുത്തുന്നു. അതുപോലെ നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ അല്ലെങ്കിൽ ഒരു കൃഷിക്കാരന് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്? അദ്ദേഹത്തിൻ്റെ കൃഷിയുടെ വിളയുടെ സമയത്താണ്. അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ ഇങ്ങനെ ഉന്നതിയിൽ നിൽക്കുന്ന കാണുന്നത് തന്നെ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഇതിനെ പുറമെ ആനന്ദ നിർവൃത്തിക്ക് വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എല്ലാവരും ഭാഗ്യവാന്മാരാണ്. ഭാഗ്യവാന്മാരാണെന്ന് പറയാൻ കാരണം ഈ നാട് ഇന്നത്തെ ഈ നിലയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ചെലവഴിച്ച് അത് നന്മയിൽ വിരിഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ കാണാൻ കഴിഞ്ഞവരാണ് നമ്മൾ. നമ്മുടെയൊക്കെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് ഈ നാടിങ്ങനെ ആയത്. നമ്മളിപ്പം
ഈ അടുത്ത നാളുകളൊക്കെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലാണ്. ഈ ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിൽ എന്താണ് ഇതിന്റെ ഉദ്ദേശം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇങ്ങനെ കൗൺസിലർമാരെ ഓരോ സ്ഥലത്ത് നിയമിക്കാനുണ്ടായ കാര്യം, ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാങ്കിങ്ങിനെ കുറിച്ച് അവയർനെസ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ, അതുപോലെ ഇന്ന് നടക്കുന്ന സൈബർ തട്ടിപ്പുകൾ നമ്മൾ കേട്ടാൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സൈബർ തട്ടിപ്പുകളാണ് ഇന്ന് നടക്കുന്നത്. അതിനെക്കുറിച്ച് നിങ്ങളിൽ ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഈ സൈബർ തട്ടിപ്പുകൾ നടക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികളിലും മുതിർന്നവരെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു ഉദാഹരണം ഞാൻ നിങ്ങളടുത്ത് പറയാം. കഴിഞ്ഞ ദിവസം +1 പഠിക്കുന്ന 4 കുട്ടികളെ വടകരയിൽ മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. 4 +1 പഠിക്കുന്ന കുട്ടികൾ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ കുട്ടികൾ ചെയ്ത തെറ്റെന്താണെന്ന് വിചാരിച്ചാൽ, ആ കുട്ടികളുടെ അക്കൗണ്ട് നമ്പർ 2000 രൂപ കൊടുത്തിട്ട് ആ കുട്ടികളുടെ അടുത്ത് നിന്ന് വാങ്ങി അക്കൗണ്ട് നമ്പർ. അതിനുശേഷം ഈ കുട്ടികളെ ഫോൺ നമ്പർ ബാങ്കിൽ പോയി ആ നമ്പർ, കുട്ടികളെ നമ്പർ മാറ്റിയിട്ട് ഇവരെ നമ്പറിലേക്ക് ആക്കി. പിന്നീട് തുടർച്ചയായി ലക്ഷക്കണക്കിന് രൂപയാണ് ആ അക്കൗണ്ടിലേക്ക് വരുന്നത്. അങ്ങനെ ആ 4 അക്കൗണ്ട് കോടിക്കണക്കിന് രൂപ ക്രെഡിറ്റ് വരുന്നു. അതേമാതിരി ആ സ്പോട്ടിൽ തന്നെ അതിന് ഡെബിറ്റായി പോവുകയും ചെയ്തു. ഇങ്ങനെ നിരവധി ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണൂർ DIG ആയിട്ട് ബന്ധപ്പെട്ടു. കഴിഞ്ഞ 3 ദശാബ്ദകാലമായി രുചിയുടെ ലോകത്ത് പെരുമതീർത്ത് ചെറുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്ക് കാക്കയഞ്ചാലിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വിശാലവും വിപുലവുമായ സജ്ജീകരണത്തോടെയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കാക്കയഞ്ചാൽ. നാവിൽ കൊതിയൂറും ഭക്ഷണ സമന്വയം, നിലവാരവും ആകർഷകവുമായ സർവീസ്, അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും, എല്ലാത്തിനും പുറമെ വിശാലമായ പാർക്കിംഗ് സൗകര്യം, കൂടാതെ പാർട്ടികൾ, മീറ്റിംഗുകൾ, ക്ലാസുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ മിനി ഓഡിറ്റോറിയം. ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കാക്കയഞ്ചാൽ. ഫോൺ 04985241277. മൊബൈൽ 9447 850 097.